ഈ അർജുന്റെ ബൈക്ക് ഈ നാളുകളിൽ അവിടെ ഈ പറഞ്ഞ വ്യക്തിയുടെ വീടിനടുത്ത് ഒരു വർക്ക്ഷോപ്പിൽ നന്നാക്കാൻ കൊടുത്തിരുന്നു. അത് പറഞ്ഞു. അപ്പോ അത് അർജുവേട്ടൻ പോകുന്നതിന്റെ കുറച്ച് മുന്നെയാണ് നന്നാക്കാൻ കൊടുത്തത്. പക്ഷെ ഇപ്പോ അത് അർജുവേട്ടൻ നന്നാക്കാൻ കൊടുത്ത് അവരുടെ വീട്ടിൽ വെച്ചെന്ന് പറഞ്ഞിട്ട് അവരതിനെ സംരക്ഷിക്കുക. അതായത് ആ വ്യക്തിയാണ് ഇതെല്ലാം നന്നാക്കിയെടുത്ത്. ഇതൊരു യൂട്യൂബ് ചാനൽ വന്നതാണ്. അർജുന്റെ ബൈക്ക് പെയിന്റ് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു മുനാഫാന്ന് പറഞ്ഞിട്ട് ഒരു യൂട്യൂബ് ചാനൽ വന്നു. ഇതിങ്ങനെ സ്പ്രെഡ് ആവും. അപ്പൊ എല്ലാരും പറയുന്നത് വെച്ചാല് നമ്മള് പൈസ കൊടുത്ത് നന്നാക്കിയ വണ്ടിയാണ്. ഇത് ഈ ജൂലൈ 10 നന്നാക്കിച്ച വണ്ടിയാണ്. ഈ സംഭവം നടക്കുന്നതിന്റെ എത്ര മുന്നേ നടന്ന സംഭവമാണ്. ഞാൻ ഇന്നിപ്പോ പണിക്ക് പോയി വന്നതാണ്. പക്ഷെ എനിക്ക് ഒരു ആൾക്കാരെ മുന്നിൽ ഫേസ് ചെയ്യാനൊക്കെ ഒരു ചടപ്പായിട്ട് തിരികെ വന്നതാണ്. ബൈക്ക് അവർക്ക് ബൈക്കാണ് വിഷയം. സത്യം പറഞ്ഞാല് ഇവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും കാലം എന്താ പറയാ വിഷമിച്ചതും ഇവരോടാണ് നമുക്ക് സഹതാപം തോന്നിയതും ദയ തോന്നിയതും എന്നൊക്കെ ഓർക്കുമ്പോ സത്യത്തില് അറപ്പ് തോന്നും. ഈ ഫാമിലിയോട് അറപ്പ് തോന്നും. പിന്നെ എന്താ പറയാ ഇവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസ് ഒത്തിരി ആൾക്കാർ അർജുന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് നമ്മളൊരു സഹോദരനായിട്ട് നമ്മൾ മതം നോക്കിയിട്ടോ മറ്റുള്ള നോക്കിയിട്ടോ ഒന്നല്ലല്ലോ നമ്മള് ആ ഒരു വേദനയിൽ പങ്കെടുത്തത്. ആരെങ്കിലും അത് നോക്കിയിട്ട് അണ്ടർലൈൻ കൊടുത്തിട്ടൊന്നല്ലല്ലോ അങ്ങനത്തെ ഒരു അപകടത്തില് നമ്മള് ആ സഹോദരന് വേണ്ടിയിട്ട് വേദനിച്ചതും. അതുപോലെ തന്നെ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട് വീഡിയോസ്, നമ്മൾ സ്റ്റാറ്റസ് വെച്ചിട്ടുണ്ട്, അതുപോലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അളിയനും പെങ്ങളും അമ്മനോടും ഒന്നും അല്ല, ഭാര്യനോടാണ് എനിക്ക് പറയാനുള്ളത്. അവളെ ജീവന്റെ പാതിയല്ലേ നഷ്ടപ്പെട്ടത്. ഇനി എവിടെ എങ്ങനെ എന്ത് എത്ര ആയാലും ഇത്രയെന്നല്ലേ നമ്മളെ കുട്ടിന്റെ അച്ഛനല്ലേ നഷ്ടപ്പെട്ടിരുന്നത്. ശരിയാണ്, അതിൽ കാണുന്നുണ്ട്. ഇപ്പൊ തന്നെ ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഇങ്ങനെ ഒന്ന് തിക്കിയിട്ടാണ് പറയിപ്പിക്കുന്നത്. പറയാം, പണ്ടത്തെ മാതിരി ഒന്നും ഇന്നത്തെ കാലത്ത് പറ്റൂല. നിർബന്ധിക്കാനോ മറ്റുള്ള കാര്യത്തിനൊക്കെ കുറച്ചൊക്കെ നമ്മൾ ഇപ്പൊ തന്നെ ബോൾഡായിട്ട് നിൽക്കണം. അതായത് ഒരാൾ പറഞ്ഞു തരുന്നതിനനുസരിച്ച് നമ്മൾ നിന്ന് കഴിഞ്ഞാൽ ഈ പറയുന്ന ആളുകളെല്ലാം നമ്മളെ വിട്ടുപോകും. ഇവരൊന്നും നമ്മളെ കൂടെ ഉണ്ടാവില്ല. നമുക്ക് ഒത്താശ പിടിക്കാനും ഇപ്പൊ നമ്മളെ മുന്നിലേക്ക് നിർത്തി നമ്മളെ മറ്റുള്ളവരോട് പറയിക്കേണ്ട കാര്യങ്ങൾ പറയിച്ചിട്ട് നമ്മളെ അടുത്ത് നിന്ന് എന്തൊക്കെ അവർക്ക് കിട്ടാൻ പറ്റും അതെല്ലാം മേടിച്ചെടുക്കാനുള്ള ഒരു തന്ത്രമാണ് ഇവരുടെ. അളിയനായാലും ഇങ്ങനെ വേണം. എങ്ങനെയുണ്ട്? അപ്പം വീട്ടിലുള്ള സമയത്തും ആ അർജുന്റെ അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പൊ ഇത്രയും നാക്കിട്ട് പുറത്തിട്ടിട്ട് ഇങ്ങനെ അടിക്കുന്ന അളിയനൊക്കെ ഉണ്ടല്ലോ, പെങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എന്ന് പറഞ്ഞാല് എങ്ങനെ ആയിരിക്കും ആ കാലത്ത് എന്നുള്ളതാണ്. ഇനി ലാസ്റ്റത്തെ കിട്ടലാണ് കിട്ടണത്. അപ്പൊ മാത്രല്ല അവർക്ക് ഹീറോയിസം കളിക്കാനും പറ്റില്ല, അവർക്ക് മെയിൻ ആവാനും പറ്റില്ല. ആ ഒരു കുഴപ്പം അവർക്കുണ്ട്. എല്ലാത്തിനും മുന്നിലും മനാഫാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഈ മനാഫ് എന്നുള്ള പേര് കേൾക്കുമ്പോ നമ്മളെ ചോരയാണ് പോയത്, നമ്മളെ വീട്ടിൽ നിന്നാ. പക്ഷെ നമ്മളൊരു കുട്ടികളെ അവര് ആരും മൈൻഡ് ചെയ്യുന്നില്ല. കിട്ടുന്നത് മൊത്തം അവാർഡ് മൊത്തം അവന്, നമുക്കൊന്നും കിട്ടുന്നില്ല. അങ്ങനെ വിട്ടാ പറ്റൂലല്ലോ. അപ്പൊ പിന്നെ ഇങ്ങനെ കൊടുക്കാല. പക്ഷെ നിങ്ങൾ ചെയ്തത് ഇതുവരെ നമ്മളെല്ലാം ഓരോ മലയാളിന്റെ ഓരോ മനസ്സിലും ഉമ്മമാര് ജ്യേഷ്ഠന്മാര് അനിയന്മാരൊക്കെ കൽവിൽ, ചെറിയ കുട്ടികളടക്കം അവരെ കൽവിലുണ്ടായിരുന്ന ആ നിങ്ങളോടുള്ള ഒരു സ്നേഹവും മമതയും ആ ഒരു ദയം ഒക്കെ അല്ലേ, അതൊക്കെ അപ്പാട് നിമിഷം കൊണ്ട് നിങ്ങൾ ഇല്ലാതാക്കി. അതാ എനിക്ക് പറയാനുള്ളത്. അതില്ലാതാക്കി. അതിന്റെ കൂടെ ഭാര്യ എന്ന് പറയുന്ന അവളും കൂടെ ചേർന്ന് നിൽക്കുമ്പോഴാണ് നമ്മളെ പോലുള്ളവർക്ക് ഒരു സങ്കടം വരുന്നത്. കാരണം ഈ ഒരു അവസ്ഥയിൽ നമുക്ക് സംസാരിക്കാൻ പോലും പറ്റും. എനിക്ക് വയ്യാന്നെങ്കിലും പറഞ്ഞിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റില്ല, ഞാൻ ആ മൂഡിലല്ലാന്നെങ്കിലും പറഞ്ഞിട്ട് പിന്തിരിഞ്ഞ് നിൽക്കേണ്ടിയിരുന്നു. ഒന്നും ചെയ്യാനൊന്നും പോകുന്നില്ല. ഈ പറയുന്ന ആൾക്കാർ ഇപ്പൊ താൽക്കാലികം എത്ര പിടിച്ചു വാങ്ങാൻ പറ്റും അത്രത്തോളം ഇനി ഇവളെ പിഴിഞ്ഞാലേ കിട്ടുള്ളൂ എന്ന്, ഇവളെ മുന്നിൽ നിർത്തിയാലേ കിട്ടുള്ളൂ എന്ന് അറിഞ്ഞുകൊണ്ടാണ് ആ കളി കളിക്കുന്നത്. എനിക്കതാണ് പറയാനുള്ളത്. ആദ്യം അർജുന്റെ അടുത്ത് നിന്നെല്ലാം പിഴിഞ്ഞിട്ടുണ്ടാവും. ഇനിയിപ്പോ അവൻ പോയി, ഇനിയിപ്പോ അവന്റെ ഭാര്യ ഈ പേരും പറഞ്ഞിട്ട് അവനെ നിർത്തിയിട്ട് പറ്റാവുന്നത് നഷ്ടപരിഹാരം കിട്ടുകയാണെങ്കിൽ എന്ത് കിട്ടുകയാണെങ്കിലും എവിടെ നിർത്തിയിട്ട് നമുക്ക് മെയിൻ ആവാം എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമാണ് അവർക്കുള്ളത്. അതായത് ബിസിനസ് ആണ് ഇതിപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത്, അല്ലാതെ സ്നേഹമൊന്നല്ല. സ്നേഹമാണെങ്കിൽ ഇപ്പൊ ആ ചിതൽക്ക് വെച്ച വാടന കിടന്നിട്ട് കാണേണ്ട ഒരാവശ്യം വരുന്നില്ല. എങ്ങനെ മനുഷ്യന്മാരെ നിങ്ങൾക്ക് പറ്റുന്നത്? എങ്ങനെ പറ്റുന്നത്? നമുക്കൊക്കെ ഒരു സാധാരണ ഒരു മരണം, അപകടം, ആപത്ത് ഇതല്ലാതെ മരണം എല്ലാം അതിന്റെ വാല്യൂ തന്നെയാണ്. പക്ഷെ അങ്ങനല്ലാതെ രോഗികളായി കിടന്നിട്ട് നമ്മളടുത്ത് നിന്ന് നഷ്ടപ്പെട്ട് അവന്റെ വിളിക്ക് ഉത്തരം പറഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ അവരെ കുറിച്ചിട്ട് നമുക്ക് വർഷങ്ങളോളം വേദനയാണേ. അത് ഞാനൊരു വീഡിയോ കണ്ടു, ലോറിന്റെ സംഭവം. ഒരു കുട്ടി ലോറി കൊണ്ടുവന്ന് കൊടുക്കുന്നതാക്കുന്നൊക്കെ അവിടൊക്കെ ഷൈൻ ചെയ്യുന്നത് കാണുമ്പോഴേ നമുക്ക് അറുപ്പ് തോന്നാണ്.
കാരണം ഇവരെ ഹൃദയം ഇത് സത്യം പറയല്ലോ, ഈ പത്രസമ്മേളനല്ലേ അത് നല്ലൊരു കാര്യമായി. അവരത് വിളിക്കാൻ അവർക്ക് തോന്നിയതും നല്ല കാര്യം. അതുകൊണ്ട് എന്താ ഇവരെ സത്യം, ഇവരെ മനസ്സ്, ഇവരെങ്ങനെ എന്നുള്ളത് എന്താ പറയാ ജനങ്ങൾക്ക് മനസ്സിലായി, പുറത്തുള്ള ആളുകൾക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റി. അതാണ് പറഞ്ഞത്, അതിരും പതിരും തിരിച്ചറിഞ്ഞു. ഇനി നമുക്ക് മനസ്സിലായല്ലോ എങ്ങനെയാണ് ഇവരെന്നുള്ളത്. ഇനി ഇവര് എന്തെന്നെ ഞങ്ങൾക്ക് വേദനയാണ്, സങ്കടമാണ്, അങ്ങനെ ആയി ഇങ്ങനെ ആയി എന്നൊക്കെ പറഞ്ഞാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവര് എല്ലാം ഒരുപോലെയാണ്, ഒരേ രീതിയിലാണ് അവർ കാണുന്നത്. എല്ലാവരും നല്ല ബിസിനസ് മൈൻഡ് ഉള്ളവരാണ്. അതുകൊണ്ടാണ് അവർ ഇതിന് മാക്സിമം കിട്ടാവുന്ന രീതിയിൽ. ഇപ്പൊ ഈ ഒരു വീഡിയോ കണ്ടു, ഭയങ്കര സന്തോഷമുണ്ട്. എന്നെ താങ്കളെ വിളിച്ചൊന്ന് അനുമോദിക്കണമെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് വിളിച്ചത്. അമ്മേ, ഞാൻ നിങ്ങളെ മോനെ തന്നെയല്ലേ? കാണണം മനാഫെ. എനിക്ക് ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ആളുകളുടെ ഒരു സ്വഭാവം വെച്ച് ഇത്രയൊക്കെ ചെയ്യുന്ന ആളുകളെ നമുക്ക് കാണാൻ കിട്ടത്തില്ല. അതാണ് 72 ദിവസമൊക്കെ താങ്കൾ അവിടെ നിന്ന് ഇത്രയൊക്കെ ചെയ്തട്ടെ, എന്നിട്ട് ഇതിലൊക്കെ യൂട്യൂബിലൊക്കെ താങ്കളോട് അവർക്ക് നമ്മളിപ്പോ ഒരു വീട്ടില് ഒരു പിന്നെ വീട്ടുകാരനല്ലേ ഞാനും ഓരേ. അതെ 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 ഞാന് ഭയങ്കര അതായത് എനിക്ക് പലപ്പോഴും ഇത് ഒരുപാടുണ്ട്. ഞാൻ കുറച്ച് മാത്രമേ വീഡിയോസ് ഇട്ടിട്ടുള്ളൂ. എന്നുവെച്ചാ ഇതുപോലെ ഒരുപാട് ആയിരക്കണക്കിന് ജനങ്ങള് മനാഫിനെ കൂടെ ഉണ്ട്, മനാഫിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, മനാഫിനെ ഹൃദയത്തിലേറ്റ് നടക്കുന്നവരുണ്ട്, മനാഫിന് വേണ്ടി അങ്ങനത്തെ ഒരു മുതലാളിനെ കിട്ടണം എന്ന് പറഞ്ഞ് നടക്കുന്നവരുണ്ട്, അങ്ങനത്തെ ഒരു സുഹൃത്തിനെ കിട്ടണം എന്ന് പറഞ്ഞ് നടക്കുന്നവരുണ്ട്. കാണൂല എവിടെയും കാണൂല അങ്ങനത്തെ മനസ്സ്. എന്നിട്ട് യൂട്യൂബ് ചാനലിട്ട് അങ്ങണ്ടാക്കി അവരിങ്ങണ്ടാക്കി ഇതാക്കി അതാക്കി. യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ടെങ്കിൽ എന്താ കുഴപ്പം? ഈ യൂട്യൂബ് ചാനലിൽ നിങ്ങൾ പ്രസ് ക്ലബ് ഇട്ടിരിക്കുന്നത്, അതുപോലെ എല്ലായിടത്തും നിങ്ങൾ കൊടുക്കുന്ന ചാനൽ വഴിയല്ലേ, അതുകൊണ്ടല്ലേ ഞങ്ങൾ എല്ലാവരും കാണുന്നത്. ഇപ്പൊ ഇത് കാണിക്കാൻ തന്നെയല്ലേ നിങ്ങളും കാട്ടുന്നത്. ഇത് കണ്ടാൽ തന്നെയല്ലേ ജനങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അതിനെന്താ കുഴപ്പം? ഇന്നെല്ലാം നടക്കുന്നത്, കല്യാണമായാലും മരണമായാലും എല്ലാ കാര്യങ്ങളും എല്ലാം അറിയിക്കുന്നത് ചാനലിലൂടെ അല്ലേ. അങ്ങനെയല്ല പൊതുജനങ്ങൾ അറിയുന്നല്ല. അപ്പൊ ഞങ്ങൾ ഇവിടെ കിടക്കുന്ന പിന്നെ അർജുന അപകടം പറ്റി ആ സമയത്ത് യൂട്യൂബ് ചാനലിൽ കൂടെ തന്നെ ഞങ്ങൾ കണ്ടിരിക്കുന്നത്. ഈ പൊതുജനങ്ങൾക്ക് എല്ലാം അറിയുന്ന അതിന്റെ അപ്ഡേഷൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ ചാനൽ കൂടെ അല്ലേ. അതിനെന്താ വിഷമം? അയാൾ എന്ത് തുടങ്ങി അയാൾ എന്ത് അവസാനിപ്പിച്ചത് നിങ്ങൾക്ക് എന്താ നോക്കേണ്ട ആവശ്യം? അത് അയാളെ പേഴ്സണൽ കാര്യല്ലേ. മനോജ് ഭായി, എനിക്ക് ഒരു കാര്യം പറയണ്ട. എന്റെ വാക്കുകൾ നിങ്ങളെ എത്തില്ല എന്ന് എനിക്കറിയാം. ഇനി വിട്ടേക്ക് അവരെ. ഇനി അവരെ പിന്നാലെ പോവാനോ അവർക്ക് വേണ്ടി ഒത്താശ ചെയ്യാനോ അവർക്ക് വേണ്ടി സഹായിക്കാനോ പോവണ്ട. കാരണം എന്താ പറയാ, അടി പഠിച്ച മാതിരിയാണ്. ഇനിയും സഹായിക്കാനോ മറ്റുള്ള കാര്യങ്ങൾ പറയാനുള്ളത് ഇതിപ്പോ റെഡിയാണ്. രണ്ടാമത്തെ ഇനി അതുപോലെ ഇനി എന്തെങ്കിലും പറയുമ്പോ ഇതേപോലെ അവർ ഇനിയും പറയുന്നത്. അവർക്കൊരു ഉളുപ്പും ചുളുപ്പൊന്നും ഇല്ല. അതുകൊണ്ടാണ് ഇപ്പൊ അവരങ്ങനെ പറയാൻ അവർക്ക് തോന്നുന്നത്. ഒന്നുമില്ലെങ്കിൽ അവര് ജനങ്ങളെ വികാരമെങ്കിലും മനസ്സിലാക്കേണ്ടിയിരുന്നു, സന്ദർഭ സമയമെങ്കിലും മനസ്സിലാക്കേണ്ടിയിരുന്നു. ഈ സമയത്ത് ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രസ്താവന ഇറക്കി കഴിഞ്ഞാല് പൊതുജനങ്ങൾ ഏത് രീതിയിൽ റിയാക്ട് ചെയ്യുന്നെങ്കിലും ചിന്തിക്കാനുള്ള ഒരു പകുതി പോലും അവർക്കില്ലാതെ പോയി. സമയ സന്ദർഭം നോക്കണം. നമ്മളൊരു മരണ വീട്ടിലാണ്, നമ്മളെ പ്രിയപ്പെട്ടവനാണ് പോയത്. അതിനുവേണ്ടി കേരളക്കര ആകെ, കേരളം മാത്രമല്ല കർണാടക അതുപോലെ പുറം നാട്ടിലെല്ലാം എല്ലാവരും വേദനിച്ചവരാണ്. എല്ലാവരും ഇത് അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പാടില്ല. ഒരു കുട്ടിക്കെങ്കിലും മനസ്സിലായോ? തോന്നിയോ? ഇല്ല. പകരം അവർക്ക് വെറുപ്പും അസൂയും പിന്നെ പകയും കൂടെ മനസ്സിൽ കണ്ട് വന്നിട്ട് ഇവർക്ക് ഈ മനാഫിനെ എങ്ങനെ തേച്ചൊട്ടിക്കണം എന്നുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നു. ആ മനാഫിനെ ഇല്ലാതാക്കണം, മനാഫിന്റെ ഈ ഉയർച്ച അല്ലെങ്കിൽ മനാഫിനെ എല്ലാവരും പുകഴ്ത്തുന്നത് ഇല്ലാതാക്കണം, ആ പേര് അവിടുന്ന് ഇതാക്കണം. അതിന് നെഗറ്റീവ് അവിടെ കൊടുക്കണം. നെഗറ്റീവ് കൊടുത്താൽ ഞങ്ങളെ അവർ പൊക്കും, നല്ല പൊന്തിച്ച് കാണിക്കും, ഞങ്ങൾ പുകഴ്ത്തും, മനാഫിനെ ഇകഴ്ത്തും. ഇതാണ് അവർ ഉദ്ദേശിച്ചത്. ഇപ്പൊ അവിടെ എന്താ സംഭവിച്ചത്? മനാഫ് അതിലും കൂടുതൽ ഉയർന്നു, അത്രല്ലേ വന്നുള്ളൂ. ഉയർച്ചയുടെ പടി പിന്നെയും കയറിയെന്നേ ഉള്ളൂ. മാത്രമല്ല മനാഫിന് കിട്ടാവുന്ന അത്ര അംഗീകാരങ്ങൾ കിട്ടി. അറിയപ്പെടാത്തവർ കൂടുതൽ അറിഞ്ഞു അദ്ദേഹത്തിന്റെ മനസ്സ്. അതുകൊണ്ടാണ് പറയുന്നത്, നന്മ എവിടെ ഉണ്ടോ അത് ഇന്നല്ലേ നാളെ അത് പുറത്തു വരും. തിന്മ എവിടെ ഉണ്ടോ അത് നാളെ മനസ്സിലാവും ചെയ്യും. സത്യം എന്നായാലും അത് പുറത്തു വരും. അതാണ് ഒരു നാൾ വന്നത്. എന്തായാലും അടിച്ച് പൊളി അളിയനാണ്. ഈ ജാതി അളിയനുണ്ടെങ്കിൽ പിന്നെ ആ കുടുംബം വെളുത്ത് 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 നാറും. അതാണ് എനിക്ക് പറയാനുള്ളത്. അയ്യോ, പറയുന്നതിന് ഒരുതുണ്ടല്ലോ, ഒരു കുടുംബത്തിൽ കയറി വന്നിരുന്നിട്ട് ഇങ്ങനെ ഡയലോഗ് വായിച്ചാലും പറ്റുന്നുണ്ടല്ലോ. അതും ആ ആള് മരണപ്പെട്ടവന്റെ ഭാര്യനെ വിളിച്ചു കൊണ്ടുവന്നിട്ട് നിർബന്ധിച്ച് ഇങ്ങനെ ആക്കിയിട്ടാ പറയുന്നത്.
നിർബന്ധിച്ച് പറയിപ്പിച്ചിട്ട് അത് വാങ്ങാനോ അല്ലെങ്കിൽ അത് ഉദ്ദേശിക്കുന്ന എന്തോ നടത്താനോ. അപ്പൊ ഇത്രയും പബ്ലിക്കിന്റെ മുന്നിൽ പ്രസ് ക്ലബിൽ വന്നിട്ട് ഇങ്ങനെ പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ വീട്ടിനുള്ളിൽ ആ പെണ്ണിന്റെ അവസ്ഥ എന്തായിരിക്കും? സഹോദരി, എന്തായാലും വേണ്ടില്ല, നീ ശ്രദ്ധിക്ക. നിനക്ക് നീ മാത്രമേ കാണൂ. നിനക്ക് കിട്ടുന്ന ജോലി ആയാലും നിനക്ക് കിട്ടുന്ന നഷ്ടപരിഹാരം അല്ലെങ്കിൽ എന്തായാലും നീ മാത്രം അത് ഇതാക്കുക. ഇപ്പൊ ഈ കണ്ട ആൾക്കാരൊന്നും നിന്റെ കൂടെ നാളെ നീ ബുദ്ധിമുട്ടിലും വിഷമത്തിലാവുമ്പോൾ ഉണ്ടാവില്ല. അല്ലെങ്കിൽ നാളെ നീ ജോലി ചെയ്യാൻ പോകുന്നിടത്തോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും നിൽക്കുമ്പോൾ നിന്നെ വെറുപ്പോട് ജനങ്ങൾ നോക്കുമ്പോൾ ആ സമയത്ത് ഈ പറയുന്ന ആൾക്കാരൊക്കെ ബാക്കിൽ നിന്നിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ആവും. ഇവരൊക്കെ വേറെ കാര്യത്തിൽ നടക്കും, നിന്നെ വെറുക്കും ആൾക്കാർ. അപ്പൊ എനിക്ക് പറ്റില്ല എന്ന് തന്നെ പറയേണ്ടിയിരുന്നു. നീ തിരുത്താനും പറ്റൂല. നിന്റെ ഉള്ളിൽ ഏത് വികാരമാണെന്നുള്ളത് നീ പുറത്ത് കാണിച്ചിട്ടില്ല. പക്ഷെ ഇത് ആർക്കോ നിന്നെ നിർബന്ധിച്ച് പറയിപ്പിക്കുന്ന മാതിരി ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. എന്തായാലും നിന്റെ മനസ്സിൽ വിഷമം ഉണ്ടായിരിക്കും എത്ര ആയാലും. പക്ഷെ ആ സന്ദർഭത്തിൽ അങ്ങനെ വിളിക്കുമ്പോഴും പറയുമ്പോഴും എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറയായിരുന്നു. അല്ലെങ്കിൽ നിനക്കായിട്ട് നിന്റെ വാക്കുകൾ പുറത്തേക്ക് വരായിരുന്നു. നിന്റെ ഹൃദയത്തിലുള്ളത് എന്താണെന്ന് ആ സമയത്തെങ്കിലും നിനക്ക് പുറത്തേക്ക് വിടായിരുന്നു. പക്ഷെ ഒരാളിങ്ങനെ പറയുമ്പോൾ അങ്ങനെ ആക്കാൻ പാടില്ലായിരുന്നു. ഞാനിത് കേട്ടപ്പോ കുറെ ഇത് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നു. രണ്ടു വാക്ക് പറയാം, അത്ര തന്നെ ഉള്ളൂ. നമ്മളെ കാണുന്നവര് നമ്മൾ കേൾക്കുന്നവര് പറയും, നമ്മൾ മനസ്സിട്ടാണ്ട് പോകും. അത്ര വേറെ ഒന്നുമില്ല.